നിർണായകമായ വാർത്ത എത്തുകയാണ്. മാലേഗാവ് സ്ഫോടന കേസ് വിധി വന്നിരിക്കുന്നു. പ്രതികളെല്ലാം കുറ്റവിമുക്തരാണ് എന്ന വാർത്തയാണ് എത്തുന്നത്. പ്രതികളെയൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു മാലേഗാവ് സ്ഫോടന കേസിൽ എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നു. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കം BJPയുടെ മുൻ MP അടക്കമുള്ളവരെ വെറുതെ വിട്ടിരിക്കുന്നു. 7 പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ള വാർത്തയാണ് എത്തുന്നത് കോടതിയിൽ നിന്ന്. കേണൽ പുരോഹിത് അടക്കമുള്ളവർ കശ്മീരിൽ നിന്ന് സ്ഫോടക വസ്തു വാങ്ങിയതിന് തെളിവില്ല. തെളിവുകളുടെ അഭാവത്തിൽ മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതികൾ കുറ്റവിമുക്തരായി എന്ന വാർത്തയാണ് എത്തുന്നത്. ഗൗതം അമൃതം, ഗൗതം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിധിയുടെ? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അപ്രതീക്ഷിത വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന തരത്തിലൊരു വിധി പുറത്തു വന്നിരിക്കുകയാണ്. കേസിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന് കണ്ടെത്തി മുഴുവൻ പ്രതികളെയും ഇപ്പോൾ വെറുതെ വിടാനുള്ള തീരുമാനത്തിലേക്ക്, വിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുംബൈയിലെ NIAയുടെ പ്രത്യേക കോടതി AK ലഹോട്ടി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. ഈ കേസിൽ പ്രതികളായിട്ടുള്ള BJP MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, അതോടൊപ്പം തന്നെ മുൻ സൈനിക ഉദ്യോഗസ്ഥരായിരുന്ന ശ്രീകാന്ത് പുരോഹിത് ഉൾപ്പെടെയുള്ള 6 പേർ, ഇവരെല്ലാവരും വിമുക്തരാണെന്നും ഇവർക്ക് മേൽ കുറ്റം ചുമത്താൻ അല്ലെങ്കിൽ കുറ്റം ചാർത്താൻ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസുകളിൽ ആ കേസുകൾക്കകത്ത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനോ ആവശ്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി ഇത് സ്ഥാപിക്കാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഗുരുതരമായ നിരീക്ഷണത്തോടു കൂടിയാണ് കോടതി ഇപ്പോൾ എല്ലാവരെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ BJP MP ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് NIA കോടതി ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം മുതലേ അറിയാവുന്നത് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹേമന്ത് കർക്കറയുടെ അന്വേഷണം അത് സാധൂകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ള കണ്ടെത്തൽ ആ ഘട്ടത്തിൽ, അന്വേഷണ ഘട്ടത്തിൽ അവർ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരുന്നു. ഈ തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളും അത് തെളിയിക്കുന്ന വസ്തുതകൾ, ഈ ആരോപണങ്ങൾ തെളിയിക്കുന്ന വസ്തുതകൾ കോടതിയിൽ നിരത്തി ഇത് സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോടതി നിരീക്ഷിക്കുന്നത്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. കശ്മീരിൽ നിന്നും ശ്രീകാന്ത് പുരോഹിത് സ്ഫോടന വസ്തു വാങ്ങിയതിന് തെളിവില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് DNA പരിശോധനാ ഫലം ശേഖരിച്ചിട്ടില്ല, ഫിംഗർ പ്രിന്റ് ശേഖരിച്ചിട്ടില്ല. ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ശേഖരിക്കാതെയാണ് ഇത്ര കാലം ഈ കേസിന്റെ വിശദാംശങ്ങളുമായി അന്വേഷണ സംഘം NIA മുന്നോട്ട് പോയത് എന്നതാണ് ഏറ്റവും ഗുരുതരമായി കോടതി കണ്ടെത്തുന്ന പിഴവ്. ആ പിഴവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ഉത്തരവ്, വിധി ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ BJP സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഹ്ലാദം നൽകുന്ന, സന്തോഷം നൽകുന്ന വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ BJP MP ആയിട്ടുള്ള പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മത്സരത്തിന് ശേഷം വിജയിച്ച സാഹചര്യത്തിലുമൊക്കെ വലിയ ആക്ഷേപം നേരിട്ട, വിമർശനം നേരിട്ട ഒരു വിവാദമായ കേസാണ് മാലേഗാവ് സ്ഫോടന കേസ്. ആ സ്ഫോടന കേസിൽ അവർ പ്രതിയല്ല, അവർ കുറ്റക്കാരിയല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള കോടതി വിധി പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു വിധിയായി, ഏറ്റവും സുപ്രധാനപ്പെട്ട, പഠിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിധിയായി മാലേഗാവ് സ്ഫോടന കേസിലെ വിധി മാറുകയാണെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പ്രതികൾ യാതൊരു തരത്തിലുള്ള കുറ്റവും ചെയ്തു എന്ന് തെളിയിക്കുന്നതിന് ഒരു തെളിവും കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ട കാര്യം. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല എന്ന് കോടതി നിശിതമായ വിമർശനത്തിലൂടെ, രൂക്ഷമായ നിരീക്ഷണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കുകയും ഇപ്പോൾ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനം 2008-ലാണ് സംഭവിക്കുന്നത്. ബിക്കു ചൗക്കിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള 17 വർഷം നീണ്ട നിയമ പോരാട്ടം, നിയമ വിചാരണ, അത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ പ്രതികൾ കുറ്റക്കാരല്ല എന്നുള്ള വിധിയിലേക്കാണ് എത്തുന്നത് എന്നതാണ് നമ്മൾക്ക് മുന്നിൽ നിലവിലുള്ള വസ്തുത. എന്തായാലും കോടതി ഈ വിഷയത്തിൽ ഗൗരവമായി അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. സ്ഫോടനം നടത്തിയതിന് യാതൊരു തെളിവുമില്ല എന്നാണ് കോടതി പറയുന്നത്. 6 പേരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും 101 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സ്ഫോടനം 2008-ലുണ്ടായത്. ഈ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഒപ്പം തന്നെ എങ്ങനെയാണ് സ്ഫോടനം ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇതൊന്നും
കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. സ്ഫോടനം നടത്തിയതിന് ഉപയോഗിച്ച IED, മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ചിരുന്ന IED വാങ്ങിയത് കശ്മീരിൽ നിന്നാണ് എന്നായിരുന്നു NIA കണ്ടെത്തലുണ്ടായിരുന്നത്. എന്നാൽ അത് കോടതിയിൽ തെളിയിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ശ്രീകാന്ത് പുരോഹിത് കശ്മീരിൽ നിന്നും ഈ സ്ഫോടക വസ്തു വാങ്ങിയതിന് തെളിവുകളില്ല. അതോടൊപ്പം തന്നെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് ഇതിന് ഗൂഢാലോചന നടത്തിയത് എന്നായിരുന്നു NIAയും അന്വേഷണ സംഘവും ആ ഘട്ടത്തിൽ പുറത്തുവിട്ട വിവരങ്ങൾ. അത് കോടതിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഗൂഢാലോചനയുണ്ടായതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു നിരീക്ഷണം. ഒപ്പം തന്നെ ഈ കേസിന് ആവശ്യമായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്, DNA തുടങ്ങിയ സാങ്കേതികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾ ശേഖരിക്കുന്നതിലും അത് കോടതിയിലെത്തിച്ച് പ്രതികൾക്ക് മേൽ ആ കുറ്റം സ്ഥാപിക്കുന്നതിനും ഇപ്പോൾ അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലവിൽ കോടതി നിരീക്ഷിക്കുന്നത്. എന്തായാലും മുംബൈയിലെ NIAയുടെ പ്രത്യേക കോടതി AK ലഹോട്ടിയ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇപ്പോൾ ഈ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ വീഴ്ച കൃത്യമായി എടുത്തു പറയുന്നുണ്ടോ കോടതി? തെളിവുകൾ സമാഹരിക്കുന്നതിലെ വീഴ്ചയടക്കം എടുത്ത് പറയുന്നുണ്ടോ കോടതി? 2008 നടന്ന സ്ഫോടന കേസാണ്. ഇതിൽ ഈ വിധത്തിൽ തെളിവുകളുടെ സമാഹരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു സാധ്യത എന്താണ് ഉള്ളത്? 17 വർഷമായിരിക്കുകയാണ്. ലക്ഷ്മി, ഇനിയുള്ള സാധ്യതയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ആശങ്കയും അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ ഇതിൽ കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണമാണ് ഏറ്റവും ഗൗരവം. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന് തെളിവുകളില്ലാതെയാണ് ഈ കോടതിയിലേക്ക് കേസുമായി എത്തിയത് എന്ന് പറയുകയാണ് ഇപ്പോൾ മുംബൈയിലെ പ്രത്യേക NIA കോടതി ചെയ്തിരിക്കുന്നത്. 17 വർഷം നീണ്ടുനിന്ന കേസിൽ ഏറ്റവും ഒടുവിൽ കോടതിയിലേക്ക് എത്തി നിർണായക വിധി ദിവസം എത്തുമ്പോഴാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള മതിയായ തെളിവുകൾ ഹാജരാക്കി പ്രതികൾക്ക് മേൽ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവകരമായ നിരീക്ഷണം. പിന്നെ എന്താണ് ഈ 17 വർഷത്തിൽ അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരുന്നത്, ഈ വിചാരണ കാലയളവിലൊക്കെ കോടതിയിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ച്, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ ഈ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടി വരും. NIAയാണ് ഈ കേസ് അന്വേഷിച്ചത്. ഈ NIA അന്വേഷിച്ച കേസിനകത്താണ് നിലവിൽ ഗൂഢാലോചന തെളിയിക്കുന്നതിനോ സ്ഫോടക വസ്തു വാങ്ങി എന്നത് തെളിയിക്കുന്നതിനോ പോലുമുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിൻ്റെ വിധി പ്രസ്താവ ദിവസം എത്തിച്ചേരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2008 നടക്കുകയും പിന്നീട് വിവിധ ഏജൻസികൾ അന്വേഷിക്കുകയും ചെയ്തതിനു ശേഷം കോടതിയിലേക്ക് എത്തുന്ന കേസ്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ഈ കേസ് സംഭവിച്ച സ്ഫോടനം ഉണ്ടാകുന്നു. മഹാരാഷ്ട്രയിൽ 2008 ഈ സ്ഫോടനം ഉണ്ടാകുന്നു. സ്ഫോടനത്തിന് പിന്നാലെ നടന്ന പ്രചരണം ഇത് മുസ്ലിം സംഘടനകൾ നവരാത്രി ദിവസത്തിന്റെ ആരംഭത്തിൽ നടത്തിയ ആസൂത്രിതമായ സ്ഫോടനം എന്നുള്ള പ്രചരണമാണ് ഹിന്ദുത്വ ഭീകര സംഘടനകൾ അഴിച്ചുവിട്ടത്. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഹിന്ദുത്വ ഭീകര സംഘടനകളാണ്. അവർ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ ഇത് മുസ്ലിം സംഘടനകൾ ആസൂത്രിതമായി നടപ്പാക്കിയ സ്ഫോടനം എന്നായിരുന്നു പ്രചരണമുണ്ടായത്. ആ രീതിയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം കൊണ്ടുപോയതും. മുസ്ലിം സംഘടനകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി അവർക്ക് മേൽ കുറ്റം ആരോപിക്കുകയും അത് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ അവരാണ് ഈ കുറ്റം, അത്തരം സംഘടനകളാണ് ഈ കുറ്റം നടത്തിയത്, സ്ഫോടനം നടത്തിയതെന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അന്വേഷണം ഹേമന്ത് കർക്കറുടെ നേതൃത്വത്തിൽ മാറി വരികയും ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം സംഘടനകൾ അല്ല ഇത് നടത്തിയിട്ടുള്ളത് എന്നും रणजित नायर रोल आपल्यासोबत आरोपींचे वकील रणजित नायर आहेत. रणजितजी, सविस्तर सांगा कशा रीतीनं न्यायालयाने निकाल सुनावला आणि काय काय न्यायाधीशांनी म्हटलेलं आहे. न्यायाधीश साहेबांनी सगळे अरे लाईव्ह चालू आहे यार. न्यायाधीश साहेबांनी अरे टिकटॅक चालू आहे टिकटॅक. അവിടെ നിന്നും അഭിഭാഷകന്റെ പ്രതികരണമാണ് എത്തുന്നത്. മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് മാലേഗാവ് സ്ഫോടന കേസിൽ. അതിൽ BJP മുൻ MP പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കമുള്ളവർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കമുള്ള 7 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. തെളിവിന്റെ അഭാവത്തിലാണ് ഇവരെ വെറുതെ വിട്ടിരിക്കുന്നത്. 17 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. 2008 സെപ്റ്റംബർ 29 സ്ഫോടനത്തിൽ 6 പേരാണ് അന്ന് മരിച്ചത്. 101 പേർക്കാണ് പരിക്കേറ്റത്. ഇത്തരത്തിൽ ആളുകളെ കൊല്ലുന്നതടക്കമുള്ള വലിയ സ്ഫോടനം നടത്തിയെന്നതിലുപരി അതുവഴി ഒരു വർഗീയ സംഘർഷത്തിന് കൂടി പ്രതികൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള
ഗുരുതരമായ കേസാണ്. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്ന അത്യന്തം संकटकरമായ साहचर्य नाही की ती गाडी कोणाची आहे. जवळपास 34 साक्षीदार जे आहेत त्यांनी आपली साक्ष फिरवली, त्यावर न्यायालयाचा साक्ष फिर जी दुचाकी सापडली होती, हा, ती दुचाकी हे प्रॉसिक्युशन सिद्ध करू शकले नाही की आरोपीच्या संबंधित होता म्हणून. कोण आरोप ठेवले गेले? हे आरोप साध्वींजींच्या वरती ठेवला गेला होता, पण कोर्टाने स्पष्ट सांगितलं आहे की प्रॉसिक्युशन हा सिद्ध करू शकला नाही की ती गाडी कोणाची आहे. जवळपास 34 साक्षीदार जे आहेत त्यांनी आपली साक्ष फिरवली, त्यावर न्यायालयाचा साक्ष फिरवली त्याच्याबद्दल काही बोललेलं नाही न्यायालयाने. त्याच्याबद्दल काहीच वाक्य अभिनव भारत या संघटनेनं आर्थिक मदत केली होती, हा सिद्ध झालेला नाहीये कुठंच. कोर्ट काय म्हणतो? कोर्टाने रिजेक्ट केलेला आहे. आरडीएक्स आणलं होतं, आरडीएक्स ही प्ली कोर्टाने रिजेक्ट केलेली आहे. दहशतवाद जो आहे शब्द वापरला गेला होता आणि यानंतर सगळं राजकारण सुरू झालं होतं. कुठेतरी 17 वर्षांतर एक आपल्या आरोपीच्या वकिलाला न्याय मिळायला वाटतोय. बिलकुल मिळालेला आहे न्याय. आम्हाला आज निर्दोष मुक्तता झालेली आहे. आम्ही एक याचिका हायकोर्टात फाईल केलेली आहे. ते आम्ही ॲक्विटलसाठीच थांबलो होतो की चतुर्वेदीपासून मान्य हायकोर्टामध्ये दाखल आहे. आमच्यावर झालेल्या अत्याचाराविरोधात अगेन्स्ट इन्व्हेस्टिगेशन एजन्सी आम्ही फाईल केलेली या आहे. प्रकरणामध्ये एनआयची एंट्री झाली होती, तेव्हा एनआयने सुरुवातीलाच 5 आरोपींना सोडलं होतं, म्हणजे निर्दोष मुक्त केलं होतं. ते प्रकरण काय होतं आणि त्यांच्या साध्वीनं देखील दिलं होतं, कारण त्यांच्या विरोधात कोणताही प्रकारचा पुरावा नसल्यामुळे त्यांना सोडण्यात आलेला होता. भाजपचं सरकार ज्यावेळेस आलं त्यावेळेस वकिलाने सांगितलं की दबाव आहे म्हणून आमच्यावरती सॉफ्ट भूमिका घ्यायला. साहेब, साक्ष पुरावा जो असतो त्यांना कोणत्याही सरकारचं घेणदेण नसतो. साक्ष नव्हती म्हणून हे केस मधून सोडण्यात आलेलं आहे. कोणत्याही सरकारचा काही दबाव नाहीये, काही नाहीये. मैं एक्यूज नंबर 11 के लिए रिप्रेजेंट कर रहा था. सुधाकर चतुर्वेदी ऑर्डर है, एक्विट कर दिया गया है, निर्दोष मुक्तता कर दिया गया है. मेरा नाम एडवोकेट रंजित नायर है. सर, कोर्ट के सीधे से ऑब्जर्वेशन ये है कि आरोपी के खिलाफ कौन सा ही पुरावा आया नहीं है, सबूत नहीं दाखिल कर पाई प्रोसिक्यूशन, इस वजह से कोर्ट ने निर्दोष मुक्तता कर दिया है. आपका जो क्लाइंट थे उनके ऊपर क्या आरोप लगे? मेरे क्लाइंट के ऊपर जो आरोप लगे हुए थे उस आरोप से पूर्णतः मुक्तता कर दी गई वाली. मेरे क्लाइंट के ऊपर थे कि उनके घरों में से कुछ आरडीएक्स के स्ट्रेसेस मिले थे, ऐसा उनका प्रोसिक्यूशन का एलिगेशन था. बट कोर्ट ने सिद्ध कर दिया है, डिक्लेयर कर दिया है कि वो ऐसे कुछ नहीं मिले हैं बोल के. नहीं, हमारे पास किसी भी एक्यूज के पास में कोई भी बॉम्ब के किंवा ट्रेसेस नहीं रिकवर हुए. कोई प्रूफ नहीं. टर्मिनोलॉजी फैलाई गई, वो सिर्फ पॉलिटिक्स था और पॉलिटिक्स के अलावा कुछ भी नहीं. ഗൗതം, ഈ കേസിൽ ഈ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ യാതൊരു തെളിവും ഹാജരാക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, ഇപ്പോൾ നമ്മൾ കേട്ടത് കേസിൽ പ്രതിയായ സുധാകർ ചതുർവേദിയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ലൈവാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ RDX കൈവശം വെച്ചു, അതായത് ഈ സ്ഫോടനത്തിന് വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടി RDX വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അതിനുള്ള തെളിവുകളില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള ചതുർവേദി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മേലുള്ള ആരോപണം ബോംബ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടപെട്ടു, അതിന് കൂടെ നിന്നു, ഗൂഢാലോചനയിൽ പങ്കെടുത്തു, ഈ ബോംബ് നിർമ്മാണത്തിലും അത് സ്ഥാപിക്കുന്നതിലും അത് മോട്ടോർ സൈക്കിളിൽ സ്ഥാപിക്കുന്നതിനുമുള്ള ഇടപെടൽ നടത്തി തുടങ്ങിയിട്ടുള്ള വകുപ്പുകളും കുറ്റങ്ങളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. അത് തെളിയിക്കുന്നതിന് വേണ്ടി, അത് കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. RDX വാങ്ങിയതിനോ അത് കൈവശം വെച്ചതിനോ ബോംബ് സ്ഥാപിച്ചതിനോ ഈ മോട്ടോർ സൈക്കിളിൽ ബോംബ് സ്ഥാപിച്ചതിനോ തെളിവുകളില്ല എന്നതാണ് ഇപ്പോൾ NIA കോടതി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഈ സുധാകർ ചതുർവേദിയുടെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതേ കാര്യം തന്നെയാണ് കോടതി മുഴുവൻ പ്രതികളുടെയും കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതിനോ അവർ ബോംബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിനോ RDX വാങ്ങിയതിനോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കുന്നതിന് പോലും തെളിവുകളില്ല NIAയുടെ കൈവശം എന്നതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് പ്രാഥമികമായി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പ്രാഥമികമായി നിലനിൽക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള പ്രാഥമിക തെളിവുകൾ പോലും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ
കൃത്യവിലോപം അല്ലെങ്കിൽ ഗുരുതരമായ പിഴവ് അന്വേഷണ സംഘം നടത്തിയെന്ന് അസംദിഗ്ധമായി പറഞ്ഞു വയ്ക്കുകയാണ് കോടതി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വന്നിരിക്കുന്ന നിരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞു എന്നതും നമ്മൾ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമായി കൂടുതൽ വായിച്ചെടുക്കേണ്ടതാണ്. അതായത് ഈ കേസിൽ ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്ന ആളുകൾ കോടതിയിൽ മൊഴി മാറ്റിയിട്ടുണ്ട്. ആ മൊഴിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ് കോടതി അധികമായി ഈ നിരീക്ഷണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം 2008 ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട കേസിൽ അടിസ്ഥാനപരമായി തെളിയിക്കേണ്ട കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ പോലും ശേഖരിക്കാതെയാണ് 17 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം പ്രവർത്തിച്ചിരുന്നത്, ഇവർ കോടതികളെ സമീപിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. അതുകൊണ്ട് തന്നെ 7 പ്രതികളെയും വെറുതെ വിടുന്ന ഒരു വിധിയിലേക്ക് ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വിചാരണ വേളയിൽ ഉൾപ്പെടെ ഇവർ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലിലാണ് രാജ്യത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ നിയമവിദഗ്ധർ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അവർ നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിചാരണ നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് നിരവധി ഘട്ടത്തിൽ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ മത്സരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഈ കേസ് വലിയ ചർച്ചയാവുകയും ഇവർക്കെതിരെയുള്ള തെളിവുകളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ വെറും കെട്ടുകഥകളായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ നിശ്ചലമായി കിടന്ന കേസാണ് ഒടുവിൽ 2018 പുനരാരംഭിക്കുന്നത്. അതിൽ തന്നെ 1087 കോടതി വിചാരണകളിൽ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ പങ്കെടുത്തിട്ടുള്ളത് 34 തവണ മാത്രമാണ്. അപ്പോൾ അതിനെയൊന്നും ആ സമയങ്ങളിൽ എതിർക്കാതിരുന്ന NIA കൂടി ഈ ഒരു വലിയ വലിയ വീഴ്ചയിൽ പങ്കാളിയാണ് എന്ന് പറയേണ്ടി വരും. അത് തന്നെയാണ് കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ തെളിവുകൾ സമാഹരിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇത് ഈ NIA കോടതിയോടെ ഈ കേസ് അങ്ങ് അവസാനിച്ചു പോകും എന്നാണോ ഈ ഘട്ടത്തിൽ നമ്മൾ ധരിക്കേണ്ടത്? അതോ ഒരു തുടരന്വേഷണത്തിലേക്കോ ഇതിൻ്റെ തുടർ നടപടികളിലേക്കോ കടക്കുമോ ഇനി? ലക്ഷ്മി, തുടർ നടപടികളെ സംബന്ധിച്ച് ഇതിനി NIA ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കേസിൻ്റെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരെങ്കിലും ഹർജി ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ കോടതിയെ സമീപിക്കുകയോ ചെയ്താൽ മാത്രമേ ഈ കേസിനെ റീഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ കേസിൽ തുടർ നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ NIAയുടെ ഭാഗത്ത് കൃത്യമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നത് സംശയമില്ലാതെ കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. 323 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ അല്ലെങ്കിൽ ഒരു തെളിവ് പോലും കാര്യമായി ഹാജരാക്കാൻ NIAക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അതിൽ NIA എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, എത്ര ഉദാസീനമായാണ് NIA ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം തന്നെ ലക്ഷ്മി പറഞ്ഞതിനോടുകൂടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ, അതായത് ഇത്രയും ഹിയറിങ്ങുകൾ നടന്നു, 1000-ലധികം ഹിയറിങ്ങുകളാണ് നടന്നത്. ആ ഹിയറിങ്ങുകളിൽ 38 എണ്ണത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. ഇത് കൂടാതെ 5 തവണയാണ് ഈ കേസ് കേൾക്കുന്ന ജഡ്ജിമാരെ ഒന്നുകിൽ സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ചുമതല മറ്റൊരാൾക്ക് നൽകുകയോ ചെയ്യുന്ന തരത്തിലേക്ക് ഈ കേസിനെ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വളരെ കൃത്യമായി തന്നെ ഈ കേസ് വിചാരണ കാലഘട്ടം നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വളരെ കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണെന്ന് സംബന്ധിച്ചൊക്കെ പൊതുജനം വിലയിരുത്തേണ്ട വിഷയമാണ്. എങ്കിൽ പോലും കേസ് വൈകിപ്പിക്കുക എന്നുള്ള ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹേമന്ത് കർക്കറെ ഈ കേസ് ഏറ്റെടുക്കുന്നത് വരെ ഉണ്ടായിരുന്ന പ്രചരണം, നടന്നിരുന്ന അന്വേഷണം മുസ്ലിം തീവ്രവാദ സംഘടനകൾ കേന്ദ്രീകരിച്ചായിരുന്നു. അത്തരം സംഘടനകളാണ് സ്ഫോടനം നടത്തിയതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. പിന്നീട് ഹേമന്ത് കർക്കറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലേക്ക് വരുമ്പോഴാണ് അത്തരത്തിലല്ല, അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഹിന്ദു തീവ്രവാദ സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നുള്ള തരത്തിലേക്ക് കണ്ടെത്തൽ ഉണ്ടാകുകയും ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന അല്ലെങ്കിൽ ആ സംഘടനയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചിരുന്ന പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എന്ന ഒരുപക്ഷെ രാജ്യത്ത് നിലവിൽ തന്നെ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളുടെ പ്രമുഖ മുഖങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുന്ന, തീവ്ര ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകിയതായി കണ്ടെത്തപ്പെടുന്നത്. അപ്പോൾ ആ കേസിലേക്ക് ആ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഹേമന്ത് കർക്കറെ കടന്നു വരുന്നതിനോട് കൂടിയിട്ടാണ്. പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീകാന്ത് പുരോഹിത് കാശ്മീരിൽ നിന്നും RDX വാങ്ങി അത് ബോംബ് ഉണ്ടാക്കി ആ ബോംബ് മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ചാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന തരത്തിലേക്ക് അന്വേഷണ സംഘം കണ്ടെത്തലുകൾ നടത്തുന്നു. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ
ശ്രീകാന്ത് പുരോഹിത് ഉൾപ്പെടെയുള്ള 6 പേരെ കൂടി പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ഒടുവിൽ അത് NIA ഏറ്റെടുക്കുന്നു. NIA അതിൽ അന്വേഷണം നടത്തുന്നു. ആ NIA അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അന്വേഷണവുമായി സഹകരിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നു. 2018 ഈ കേസിൽ സാക്ഷി വിസ്താരം ആരംഭിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം. അപ്പോഴേക്കും രാജ്യത്തെ അധികാരമാറ്റങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ ആ ഒരു വിചാരണ കാലയളവിൽ നടക്കുന്ന വിചാരണയിലാണ് പ്രജ്ഞാ സിംഗ് താക്കൂർ യാതൊരു തരത്തിലുള്ള സഹകരണവും നടത്താതെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കാരണങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് NIA അന്വേഷണത്തിന് കൃത്യമായ വീഴ്ചയുണ്ടായി, ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 7 പ്രതികളെയും ഇപ്പോൾ മുംബൈയിലെ പ്രത്യേക NIA കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെയൊക്കെ ഈ വിഷയത്തിൽ വലിയ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 2008 മാലേഗാവ് സ്ഫോടന കേസ് അങ്ങനെ വെറും കെട്ടുകഥയായി അവശേഷിക്കുമ്പോൾ ഒരു തെളിവ് പോലും ഹാജരാക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ പ്രതികൾ കുറ്റവിമുക്തരാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ NIA, BJP സർക്കാർ ഒക്കെ, മഹാരാഷ്ട്ര സർക്കാർ ഒക്കെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗൗതം ആമ്രഗുഞ്ചമാണ് വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്.